മിസ്സിന്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ അറബിക്ക് പരീക്ഷ ആവാനായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആ പരീക്ഷയ്ക്ക് ഇങ്ങനെ പഠിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്തായാലും പഠിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മിസ് കറക്റ്റായിട്ട് ഇന്ന് രാത്രി 7:30 നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഉമ്മേനോടൊക്കെ ഇങ്ങനെ ചോദിക്കുക, സമയമായോ എന്നൊക്കെ. എന്നിട്ട് കറക്റ്റ് സമയത്ത് തന്നെ മറന്നു പോകരുത് കേട്ടോ. 7:30 ആയിരിക്കും മിസ് വരിക. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങൾ, അതേപോലെ എങ്ങനെയാണ് നമ്മുടെ ടീച്ചർ നമ്മളോട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുക, ഇതൊക്കെ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടുക, സ്കൂളിലുള്ള ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ വരാൻ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് നമ്മുടെ ഫാമിലീനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഫാമിലി ഇല്ലേ? ഉമ്മയുണ്ട്, ഉപ്പയുണ്ട് അല്ലേ? ചിലർക്കൊക്കെ അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ പിന്നെ ഏട്ടനോ അല്ലെങ്കിൽ ഏട്ടത്തിയോ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? താത്ത, കാക്ക എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇതേപോലെയുള്ള കുടുംബം ഉണ്ടാവും അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഈ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ പേരാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമുക്കൊന്ന് പഠിച്ചാലോ? എന്താ നോക്കിക്കേ, എന്താണ് നമ്മുടെ ഉമ്മക്ക് നമ്മൾ അറബിയിൽ പറയുക? ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഉമ്മനെയും ഉപ്പനെയും ബ്രദറിനെയും സിസ്റ്ററിനെയും ഒക്കെ ഇവിടെ കാണുന്നില്ലേ? ഇത് ഉമ്മയായിരിക്കും അല്ലേ, ഇത് ഉപ്പയായിരിക്കും, ഇത് എന്താണ് ബ്രദറാണ്, ഇത് സിസ്റ്ററാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ മിസ്സിന്റെ കുഞ്ഞുമക്കൾക്കൊക്കെ അറിയാം. പക്ഷെ അറബിയിൽ നമ്മൾ എന്താണ് പറയാ? എന്താ മക്കളെ പറയാ? ഉപ്പക്ക് നമ്മൾ എന്താണ് അറബിയിൽ പറയാ? അബുൻ. എന്താണ് പറയാ? അബുൻ. അബുൻ എന്നാണ് നമ്മള് ഉപ്പക്ക് പറയാ കേട്ടോ, അബുൻ. അപ്പൊ എങ്ങനെയാ അലിഫ് എഴുതാൻ എല്ലാവർക്കും അറിയില്ലേ? അലിഫ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. എങ്ങനെയാ നമ്മൾ അലിഫ് എഴുതുക? ഇങ്ങനെയാണ് നമ്മൾ അലിഫ് എഴുതുക. അപ്പൊ അലിഫും ബാവും കൂടി എഴുതുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അബുൻ. അപ്പൊ നമ്മൾ എന്ത് വരക്കണം? നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക അല്ലേ? നമുക്ക് അബുൻ ഉണ്ട് ഇവിടെ, നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ഉമ്മക്ക് നമ്മൾ എന്താ പറയാ? അബുൻ. ഉപ്പക്കാണെങ്കിൽ ഉമ്മക്ക് എന്താ പറയാ? ഉമ്മ അല്ലേ? ഉമ്മുൻ. അബുൻ. അതേപോലെ തന്നെ നമ്മുടെ ഉമ്മക്ക് ഉമ്മുൻ. അപ്പൊ അതും നമ്മൾ പഠിച്ചു. ഉപ്പക്ക് എന്താ പറയാന്ന് പഠിച്ചു, ഉമ്മക്ക് എന്താ പറയാന്ന് പഠിച്ചു. ഇനി നമ്മുടെ ബ്രദറിന് നമ്മൾ എന്താ പറയാ? നമ്മുടെ അനിയനോ അല്ലെങ്കിൽ കാക്കയോ ഒക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? എന്താ നമ്മുടെ അവർക്ക് അറബിയിൽ പറയാ? അഹ്. അഹ്. അഹ് എന്നാണ് നമ്മള് നമ്മുടെ ബ്രദറിന് പറയാ കേട്ടോ. ഇനി നമ്മുടെ ആരാണുള്ളത്? നമ്മുടെ സിസ്റ്റർ ഉണ്ടാവും അല്ലെ? അനിയത്തിയോ അല്ലെങ്കിൽ താത്തയോ ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടില്. അപ്പൊ അവർക്ക് നമ്മൾ പറയും ഉഹ്ത്ത്. അപ്പൊ ആ എന്ന്, ഇത് ആ എന്നാണ് കേട്ടോ. മുകളിലൊരു വരയാണെങ്കിൽ നമ്മള് ആ എന്നാണ് പറയാ. ഉഹത്തിന്റെ ഊ എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? ഊ എന്നിങ്ങനെയാ പറയാ മക്കളെ? ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടുമ്പോഴാണ് നമുക്ക് ഊ കിട്ടുക. ഊ. അപ്പോ അബുൻ അലിഫാണ്. ഉമ്മ, ഉമ്മിന് അലിഫാണോ? ഇതാ ഇവിടെ നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ അഹ് ആണെങ്കിലോ? അഹ് ദാ ഇവിടെ എങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ? അഹ്. ഇനി ഉഹ്ത്തോ? ഊ ആണ്. ഊ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ദാ ഉഹ്ത്ത്. പഠിച്ച മക്കളെ? ഉമ്മക്ക് എന്താണ് പറയാ? ഉപ്പക്ക് എന്താണ് പറയാ? ബ്രദറിന് എന്താണ് പറയാ? സിസ്റ്ററിന് എന്താണ് പറയാ? ഈ 4 കാര്യങ്ങൾ മിസ്സിന്റെ കുഞ്ഞുമക്കളെ എല്ലാവരും പഠിച്ചോ? ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ പോണ ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇത് പഠിക്കാതെ ആരും പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. ഉമ്മുൻ, അബുൻ, പിന്നെന്താണ്? അഹ്, ഉഹ്ത്ത് അല്ലേ മക്കളെ? അപ്പൊ ഈ 4 ആൾക്കാരെ മിസ്സിന്റെ മക്കളെ എല്ലാവരും പഠിക്കണം. ഇത് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇന്ന് രാത്രി പറയും. ക്വസ്റ്റ്യൻ ഒക്കെ മിസ് നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മൾ ഒരുമിച്ച് ഫുള്ളായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ ആരും സമയം മറക്കാതെ തന്നെ നമ്മുടെ ചാനലിലേക്ക് വരാം. നല്ല കുട്ടികളായിട്ട് എല്ലാവരും അറബിക്ക് നന്നായിട്ട് പഠിക്കാം.